MVC എന്ന മലയാളം വായനാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. എന്നാൽ ഇനി ജ്ഞാനപ്പാനയുടെ ബാക്കി ഭാഗം വായിക്കാം. സത്തുക്കൾ ചെന്നിരുന്നാലായർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. അർത്ഥം: സ്വൽപ്പം, അല്പം. കൊട, കൊടുക്കുകയില്ല. ഒത്തിട, യോജിക്കുകയില്ല. പാതകത്തെ, കുറ്റത്തെ. വ്യാഖ്യാനം: എത്രമാത്രം പണം സമ്പാദിച്ചാലും അതിൽ നിന്ന് അല്പം പോലും സാധുക്കൾക്ക് കൊടുക്കാൻ ദുഷ്ടന്മാർ തയ്യാറാവുന്നില്ല. കോടികൾ സമ്പാദിച്ചവർക്ക് പോലും അവർ മരിക്കുമ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും പരലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. ചെയ്തു കൂട്ടിയ തെറ്റുകളെ ഓർത്ത് അല്പം പോലും പശ്ചാത്താപം തോന്നാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇക്കൂട്ടർ വിശ്വാസവഞ്ചന കാണിച്ചെന്നിരിക്കും. സാരാംശം: ഒരു മനുഷ്യന് ജീവിക്കാൻ എത്ര ധനം ആവശ്യമായിരിക്കും എന്നൊരു കണക്ക് ദൈവം വെച്ചിരിക്കുന്നതിന് സവിശേഷമായ അർത്ഥമുണ്ട്. അതിൽ കൂടുതലുള്ള ധനം ദാനം ചെയ്യാനുള്ളതാണ്. ആ ദാനത്തിൻ്റെ പുണ്യം ധനികന് ലഭിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും അമിതമായ ധനം കൈവരുന്നെങ്കിൽ അതിന് പിന്നിലുള്ള ദൈവിക നിയോഗം ഇതാണ്. ഈ സത്യം മനസ്സിലാക്കാതെ കൈവശം അളവറ്റ സമ്പത്തുണ്ടെങ്കിലും അത്യാവശ്യക്കാർക്ക് പോലും ദാനം ചെയ്യാൻ മിക്ക ധനികരും വിമുഖത കാണിക്കുന്നു. ഇത്തരം കുൽസിത പ്രവണതകളിലൂടെ ദാനം ചെയ്യാനും തന്മൂലമുള്ള മഹാപുണ്യം നേടാനുമുള്ള ജീവിതത്തിലെ അപൂർവവും അസുലഭവുമായ ധന്യമുഹൂർത്തങ്ങളാണ് ഇത്തരക്കാർ പാഴാക്കിക്കളയുന്നതെന്ന പരമാർത്ഥം അവർ അറിയുന്നുമില്ല. ഇങ്ങനെ ഭൂതം പൊന്നു കാക്കുന്നത് പോലെ കാത്തു സൂക്ഷിക്കുന്ന ധനത്തിൻ്റെ ഒരംശം പോലും ഇവിടെ നിന്നും ഒരു ധനികനും കൊണ്ടുപോകുന്നില്ല. എന്നു തന്നെയല്ല, ഉടുവസ്ത്രം പോലും ഇവിടെ ഉപേക്ഷിച്ചല്ലേ പോകാനാവൂ. വസ്തുതകൾ ഇതായിരിക്കെ ദൈവാനുഗ്രഹം എത്രയും വേഗം നേടാവുന്ന മഹാദാന ധർമ്മങ്ങൾ ചെയ്യാൻ എന്തിന് നാം ഉപേക്ഷ കാണിക്കണം? ഇതൊരു മനുഷ്യൻ തന്നോട് തന്നെ ചെയ്യുന്ന മഹാദ്രോഹം തന്നെ. മേൽപ്പറഞ്ഞ മഹാപാതകങ്ങളും മനുഷ്യൻ ചെയ്യുന്നതിന് പിന്നിൽ നമുക്കറിയാത്ത മഹാരഹസ്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപഫലമായാണ് ഇങ്ങനെയൊരു ചിന്താഗതി തന്നെ മനുഷ്യനിൽ രൂഢമൂലമാകുന്നത്. ഏതൊരാത്മാവും പുണ്യവും പാപവും ധാരാളം ചെയ്തു കൂട്ടുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പുണ്യഫലമായി ഒരാത്മാവ് ഈ ജന്മത്തിൽ ധനവാനായി മാറുന്നെങ്കിലും അതേ ആത്മാവിൻ്റെ മുജ്ജന്മങ്ങളിലുള്ള പാപഫലം താൻ ആർജിച്ച മഹാധനം ദാനം ചെയ്യുന്നതിൽ നിന്നും ആ ആത്മാവിനെ തടുത്തു നിർത്തുന്നു. ഇക്കാര്യം അജ്ഞനായ മനുഷ്യൻ അറിയുന്നില്ല. അതിനു പകരം ദാനം ചെയ്താൽ അത്രയ്ക്ക് സ്വന്തം ധനം നഷ്ടപ്പെടുമല്ലോ എന്ന മിഥ്യാധാരണയിൽ കഴിയുന്നു. ഇതെന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്! എന്നാലും മൂഢാത്മാക്കൾ സ്വയം സൃഷ്ടമായ ഈ സ്വർഗത്തിൽ താൻ സമർത്ഥനെന്ന് നടിച്ച് മതിച്ചുല്ലസിക്കുന്നു. അങ്ങനെ ഇനിയും എത്രയോ ജന്മങ്ങളിൽ തീരാത്ത ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള ദുര്യോഗം വിലയ്ക്ക് വാങ്ങുന്നു. ഊരുണി നീർ നിറഞ്ഞറ്റേ ഉലകവാം പേരറിവാളൻ തിരു എന്നത് ഒരു തിരുക്കുറളാണ്. നാട്ടിലുള്ള കുളം നിറഞ്ഞാൽ അതിലെ ജലം നാട്ടുകാർക്കെല്ലാം തന്നെ പ്രയോജനപ്പെടും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ധനത്തെപ്പറ്റി പറയുമ്പോൾ പൂന്താനത്തിൻ്റെ ദർശനവും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണെന്ന് കാണാനാവും. ജ്ഞാനിയുടെ കൈവശം പണമുണ്ടെങ്കിൽ അത് ലോകർക്കെല്ലാം പ്രയോജനപ്പെടുമെന്നതിന് ഒരു തർക്കവുമില്ല. ഇതിനർത്ഥം കയ്യിലുള്ള പണം എല്ലാവർക്കും വാരിക്കോരിക്കൊടുത്ത് സ്വയം പാപ്പരാകുമെന്നല്ല. ഏതെങ്കിലും വിധത്തിൽ നമ്മളിലേക്ക് വന്നു ചേർന്ന ധനം ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാവുന്നതാണ്. വർദ്ധിച്ച ധനം കൈവശമുള്ളവർ അത് പൂട്ടിവയ്ക്കുകയോ ബാങ്കുകളിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങി പെരുപ്പിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഫലം? അതേ ധനം കുറച്ച് തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ ഉപയോഗിച്ചാൽ നാടും വളരും, സൽപ്പേരും ഉയരും. വ്യക്തിഗതമായ നേട്ടങ്ങൾ സമൂഹത്തിന് ഉപകരിക്കത്തക്ക വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. മക്കൾ പരസ്പര സഹായ സഹകരണത്തോടെ കഴിയുന്നത് കാണുന്നതാണല്ലോ അച്ഛനമ്മമാരുടെ നിർവൃതി. മാനവ സേവനവും ഈശ്വര സേവനം തന്നെ. ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഓരോ വിധത്തിലുള്ള കർമ്മങ്ങൾ നിർവഹിക്കാനാണ്. അത് യഥാവിധി നിർവഹിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നാമസങ്കീർത്തനമോ ഈശ്വര സേവയോ അതിന്
വിഘാതമായിക്കൂടാ. കർമ്മം മറന്നുള്ള ഈശ്വര ചിന്ത എത്ര കടുത്തതാണെങ്കിൽ പോലും സർവേശ്വര സമക്ഷത്തിങ്കൽ സ്വീകാര്യമായി തീരുന്നുമില്ല. ആകയാൽ ജീവിതത്തിൽ ഓരോരുത്തരും തങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുന്നതോടൊപ്പം ഭഗവത് സ്മരണയും കാത്തു സൂക്ഷിക്കണമെന്നാണ് പൂന്താനത്തിൻ്റെ പക്ഷം. ഇക്കാര്യം എടുത്തു കാണിക്കുന്ന ഒരു പുരാവൃത്തമുണ്ട്. ഏറ്റവും വലിയ വിഷ്ണു ഭക്തനാണല്ലോ ദേവർഷിയായ ശ്രീ നാരദർ. അദ്ദേഹം ഒരിക്കൽ ഭഗവാനോട് അങ്ങയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായ ഭക്തൻ ആരാണെന്ന് തിരക്കി. സദാനേരവും നാരായണ നാരായണ എന്ന നാമജപം ഉരുക്കൊഴിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പേര് തന്നെയാവും ഭഗവാൻ പറയുക എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് നാരദർ ഇങ്ങനെയൊരു കൗതുകമുണർത്തുന്ന ചോദ്യം ഭഗവാനോട് ചോദിച്ചത്. എന്നാൽ ഭഗവാന്റെ മറുപടി മഹാജ്ഞാനിയായ നാരദരെ ഞെട്ടിച്ചു കളഞ്ഞു. ഭഗവാൻ ആരാണ് തൻ്റെ പ്രിയ ഭക്തനെന്ന് പറഞ്ഞുവോ, ആ വ്യക്തി സ്വന്തം കർമ്മം ചെയ്യുന്നതിനിടയിൽ നിത്യേന 2 തവണ മാത്രം ഭഗവത് സ്മരണ നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അതിനാൽ കർമ്മം ചെയ്തുകൊണ്ട് ആവും വിധം ഈശ്വരസ്മരണ എന്നതേ അഭികാമ്യം. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. അർത്ഥം: വിത്തത്തിലാശ പണത്തിലുള്ള ആഗ്രഹം, ഹേതുവായ കാരണമായി, സത്തുക്കൾ നല്ല ആളുകൾ. വ്യാഖ്യാനം: പണത്തിലുള്ള അഥവാ ധനത്തിലുള്ള ആർത്തി മൂലം ചില മനുഷ്യർ സത്യത്തെ, നീതിയെപ്പോലും തിരസ്കരിക്കുന്നു. പക്ഷേ സത്യം ബ്രഹ്മമാണെന്നും ബ്രഹ്മം തന്നെയാണ് സത്യമെന്നതും എന്ന് സത്തുക്കൾ, സജ്ജനങ്ങൾ വിശ്വസിക്കുന്നു. സാരാംശം: പണത്തിനു വേണ്ടി മനുഷ്യൻ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് തന്നെയല്ല, സത്യം ഉപേക്ഷിച്ചാലേ ഭൗതിക സമ്പത്ത് നേടാനാവൂ എന്ന തരത്തിലുള്ള അത്രയ്ക്ക് അധാർമികമായ ഒരു കാലത്താണ് ഇപ്പോൾ നാം അധിവസിക്കുന്നത്. സത്യം ബ്രഹ്മം, അതായത് ദൈവം തന്നെ. അപ്പോൾ സത്യനിഷേധം ദൈവനിഷേധമാണ്. അറിവുള്ളവർക്ക്, നല്ലവർക്ക് ഇത് നന്നായി അറിയാം. സത്യം ശിവം സുന്ദരം എന്നാണ് ആപ്തവാക്യം. അതായത് സത്യമാണ് യഥാർത്ഥ സൗന്ദര്യം, അതുതന്നെ ശിവം, മംഗളം, സാക്ഷാൽ പരബ്രഹ്മമൂർത്തി. ദൈവം സത്യമാണ്, അതുകൊണ്ടാണ് ഭഗവാൻ അനശ്വരനായിരിക്കുന്നത്. സത്യമേവ ജയതേ എന്നതാണല്ലോ ആർഷഭാരത സിദ്ധാന്തം. സത്യം എന്നത് പ്രപഞ്ചവും കാലവും ദൈവവുമാകയാൽ സത്യത്തിൻ്റെ നിലനിൽപ്പിലാണ് ഈ വിശ്വം തന്നെ നിലച്ചു നിൽക്കുന്നത്. സത്യമില്ലാത്തതെല്ലാം തന്നെ തിന്മയാണ്. അത് ലോകത്തിന് ദൂഷ്യമേ ചെയ്യൂ. ഒരു കുടുംബത്തിലെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ഗുണം സത്യത്തെ മുൻനിർത്തി കണക്കാക്കാവുന്നതാണ്. അതായത് ലോകത്തിൽ തിന്മയാണ് കൂടുതലുള്ളതെങ്കിൽ സത്യം മാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഈ ഒരു മാനദണ്ഡം ഏതൊരു കാര്യത്തിലും സ്വീകരിക്കാവുന്നതാണ്. ഒരു മനുഷ്യനിലെ സത്യമാണ് ആ വ്യക്തിയുടെ ശക്തിക്ക് ആധാരം. ശക്തന് സത്യം ബലം എന്നാണ്. നമ്മളിലുള്ള സത്യമാണ് നമ്മെ ബലപ്പെടുത്തുന്നതും ജീവിതത്തിൽ ഉയർത്തുന്നതും. മഹാധർമ്മിഷ്ഠനായ ധർമ്മപുത്രൻ പാതി കള്ളം മാത്രം പറഞ്ഞപ്പോഴേ നരകം കാണാനുള്ള ദുര്യോഗമുണ്ടായി എന്ന് മഹാഭാരതം പറയുന്നുണ്ടല്ലോ. ഇതാണ് സത്യത്തിൻ്റെ ശക്തിയും സത്യമില്ലാതിരുന്നാലുള്ള ദുർബലതയും. സൂര്യ തേജസ് സത്യമായതുകൊണ്ടാണ് അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നത്. സത്യം എന്നാൽ ഭൂമിയിലെ മനുഷ്യജീവിതം സത്യമല്ല, മിഥ്യയാണ്. ആയതിനാൽ ജീവിതം എന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. സത്യത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല എന്നു തന്നെയല്ല, സത്യത്തിൽ 2 അവസ്ഥകളുമില്ല. സത്യം ഒന്നേയുള്ളൂ. അത് വലുതുമല്ല, ചെറുതുമല്ല. ഈശ്വരൻ തന്നെയാണ് സത്യം എന്നതിനാലാണ് സത്യം അരൂപിയായിരിക്കുന്നത്. യാജ്ഞവൽക്യ മഹർഷി സത്യം സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ആ സ്വർണ്ണപാത്രം ഏതെന്ന ചോദ്യവും ചിന്താഭരിതം തന്നെ. ഈശ്വരൻ മായയാൽ എല്ലാവരെയും അന്ധരാക്കുന്നു. സ്വയം തിരിച്ചറിയാനോ ഒന്നും മനസ്സിലാക്കാനോ അനുവദിക്കുന്നില്ല. ഈ മായയെ അകറ്റി ഉള്ളിലേക്ക് നോക്കാനാവുന്നവർക്ക് ബ്രഹ്മത്തെ ദർശിക്കാൻ സാധിക്കും. ഹിരൺമയേന പാത്രേണ എന്ന് തുടങ്ങുന്ന യാജ്ഞവൽക്യ മുനിയുടെ സുപ്രസിദ്ധമായ ഒരു ആശയമുണ്ടല്ലോ. അതായത് സ്വർണ്ണപാത്രം കൊണ്ട് മണ്ണിലെ സത്യം മൂടിയിരിക്കുന്നത് എന്നത്. അതുപോലെ സകല ചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ബ്രഹ്മം താൻ തന്നെയാണെന്ന തിരിച്ചറിവിലൂടെ എല്ലാ പ്രവൃത്തികളും സത്യധർമ്മത്തിൽ അധിഷ്ഠിതമായി തീരുന്നു. ഏറെ ജന്മങ്ങൾ പിന്നിട്ട് മനുഷ്യജന്മം സ്വീകരിക്കുന്ന ജീവൻ മാത്രമാണ് ബ്രഹ്മജ്ഞാനത്തിന് അവകാശി. ഭഗവാൻ രമണ മഹർഷിയോടൊരു ഭക്തൻ സത്യത്തെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഭഗവാൻ ഒരു നെൽമണി എടുത്ത് ആ ഭക്തനെ കാണിച്ച് ഇതെന്താണ് എന്ന് ചോദിച്ചു. ഭക്തൻ നെന്മണി എന്ന് ഉത്തരവും പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ആ നെന്മണിക്ക് മേലുള്ള ഉമി കളഞ്ഞു. ഇതെന്താണ് എന്ന് വീണ്ടും തിരക്കി. അരി എന്ന് ഭക്തൻ പ്രതിവചിച്ചു. ലോകമായെന്ന ഉമി നീക്കിയാൽ
സത്യമെന്ന അരി പ്രത്യക്ഷമാവും എന്ന് ഭഗവാൻ വിശദീകരിച്ചപ്പോൾ അക്ഷണം ആ ഭക്തന് സത്യദർശനം ലഭിച്ചു. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നോ നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും. അർത്ഥം: വിദ്വാനെന്ന്, പണ്ഡിതനെന്ന് നടിക്കുന്നു, അഭിനയിക്കുന്നു. ഗർദരം കഴുത. തൃഷ്ണ അത്യാഗ്രഹം. ഭ്രമിക്കുന്നതൊക്കെയും ആകർഷിക്കപ്പെടുന്നു. വ്യാഖ്യാനം: അറിവ്, അതായത് വിദ്യ കൊണ്ടുള്ള യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാത്ത ചില വിഭാഗം ആൾക്കാർ താൻ വലിയ വിദ്വാൻ, അതായത് പണ്ഡിതൻ ആണെന്ന് വിചാരിച്ച് നടക്കുന്നു. കുങ്കുമത്തിൻ്റെ മണം അറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതയുടെ അവസ്ഥയെപ്പോലെയാണ് ഈ ചിന്തയെന്ന് കവി പറയുന്നു. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് കാരണം ഭൗതികമായ വിഷയസുഖങ്ങൾക്കും പണത്തിനും വേണ്ടിയുള്ള ആഗ്രഹമാണെന്ന് മനസ്സിലാക്കാം. കൃഷ്ണ. സാരാംശം: മനുഷ്യൻ്റെ ജ്ഞാനം വിവേകമെന്നതാണ്. ആ സ്വർണ്ണപാത്രം മനുഷ്യന് സമൂഹമധ്യത്തിൽ സത്യത്തെ കള്ളമാക്കി മാറ്റാനാവും. അതുപോലെ കള്ളത്തെ സത്യവുമാക്കാം. എന്നാൽ സത്യത്തിന് ഒരു നിലയിലും ഒരു രൂപാന്തരവും വരുന്നതുമില്ല. ആ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ സാക്ഷാൽ ബ്രഹ്മനെ കൊണ്ടും സാധ്യമാവുകയുമില്ല. അതുകൊണ്ടാണ് സത്യം ദൈവം തന്നെ എന്ന പ്രസ്താവ്യം വാസ്തവമായി തീരുന്നത്. ഈ ലോകം മുഴുവൻ ചേർന്നാലും ഇന്നോളം ഒരു അസത്യവും സത്യമാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല. കാരണം സത്യം ഒരു ശക്തിയെയും ആശ്രയിക്കുന്നില്ലെന്നത് തന്നെ. സത്യമല്ലാത്ത ഇഹലോക ജീവിതത്തിനായി നാം ശാശ്വതമായ സത്യത്തെ വിസ്മരിക്കുന്നു. മനുഷ്യൻ്റെ അറിവ് എത്രയോ പരിമിതമെന്നതിന് ഇതിനേക്കാൾ നല്ലൊരു ദൃഷ്ടാന്തം ഇനി വേണ്ടല്ലോ. സ്വബോധമുള്ളവർ ആരും തന്നെ നല്ലതിനെ ഉപേക്ഷിച്ച് ചീത്തയെ കൈക്കൊള്ളുകയില്ല. അപ്പോൾ മനുഷ്യൻ ഈ വിധത്തിൽ ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? മനുഷ്യനെ സ്വാധീനിക്കുന്നത് മായയാണ്. സത്യത്തെ മായ മറയ്ക്കുന്നു. അതിനാൽ സത്യം കാണാൻ മനുഷ്യന് കഴിയുന്നില്ല. ഈ പരിതാപകരമായ അവസ്ഥ മാറ്റാൻ എന്തു ചെയ്യണം? പൂന്താനത്തിൻ്റെ കാലത്ത് അത്തരം അഹംഭാവികളായ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു എന്നതിന് ഈ വരികൾ ഒരു തെളിവാണ്. എന്നാൽ അന്നത്തേക്കാൾ ഗർഭികളായ പണ്ഡിതന്മാരെ ഇന്നും നമുക്ക് ചുറ്റും കാണാനാവും. ഇവരുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? വിദ്യ കൊണ്ട് യഥാർത്ഥ ജ്ഞാനമാണ് നേടേണ്ടത്. കൃത്രിമ വിദ്യ അഭ്യസിച്ച് പലരും വിദ്വാനെന്ന് നടിക്കുന്നു. ഇത് കുങ്കുമത്തിൻ്റെ സുഗന്ധം എന്തെന്നറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതയുടെ അവസ്ഥയാണ്. സത്യത്തിൽ മനുഷ്യൻ മോഹങ്ങൾക്കടിമയാണ്. ഇങ്ങനെയുള്ള ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? വിദ്യ എന്നത് നാം അഭ്യസിക്കുന്നത് മനുഷ്യ സഹജമായ അജ്ഞാനത്തിൽ നിന്നും ചപലതകളിൽ നിന്നും മോചനം നേടാനാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വിദ്യ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് സമകാലിക ജീവിതം പ്രശ്നഭരിതമായി തീർന്നിരിക്കുന്നത്. വിദ്യ എപ്പോഴും പരമജ്ഞാനം നേടാനുള്ള മാർഗമായിരിക്കണം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ വേദ പാഠശാലകളാണ് ഉണ്ടായിരുന്നത്. വേദമെന്നാൽ അത് ആത്യന്തികമായ അറിവാണ്. അത് അഭ്യസിച്ചാൽ ജീവിതത്തിലൂടെ മുക്തിയിലേക്ക് എത്തിച്ചേരാനാവും. എന്നാൽ ഇക്കാലത്ത് ജീവിക്കാനായി വിദ്യയെ ഉപയോഗിക്കുന്നു. സത്യത്തിൽ ജീവിതാനന്തര മുക്തിക്കുള്ള പാലമാവണം വിദ്യ. ഇതിൻ്റെ അഭാവമാണ് ഇന്നത്തെ ജീവിതം ദുഷ്കരമായി തീരാനുള്ള യഥാർത്ഥ കാരണം. ചർവിത ചർവണം പോലെയുള്ള ഈ സർവ്വസാധാരണമായ വിദ്യ അഭ്യസിച്ച് പലരും തങ്ങൾ മഹാവിദ്വാൻമാരാണെന്ന് നടിക്കുന്നു. യഥാർത്ഥ വിദ്യ എന്നത് അവരിൽ നിന്നും എത്രയോ കാലം അകലെയാണെന്ന സത്യം അവർ അറിയുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ളവരുടെ അഹംഭാവത്തിന് മാത്രം ഒരു കുറവും ഇല്ലതാനും. അല്പവിദ്വാൻ മഹാഗർവി എന്നൊരു ചൊല്ലുണ്ടല്ലോ. മേൽ പറഞ്ഞവർക്ക് ആ അല്പജ്ഞാനം പോലും സ്വായത്തമല്ലെന്നിരിക്കെ ഇങ്ങനെയുള്ളവരെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ എന്തു ചെയ്യാനാവും? സർവജ്ഞനായ ഒരു വ്യക്തി എപ്പോഴും നിർമ്മലനായിരിക്കും. അറിവിൻ്റെ നിറകുടമെന്നതിനാൽ അതൊരിക്കലും തുളുമ്പുകയില്ലല്ലോ. ഇങ്ങനെയുള്ള സാക്ഷാൽ ജ്ഞാനം ആർജിച്ചവർ ഇക്കാലത്ത് ആരാണുള്ളത്? അതായത് ഒരു ജോലി നേടാനുള്ള, ഈ ജോലി എന്നാൽ ആർഭാട ജീവിതം നയിക്കാൻ തക്ക ശമ്പളം കിട്ടുന്ന ജോലി ലഭിക്കാനായി വേണ്ട പാഠങ്ങൾ മാത്രം പഠിക്കുന്നു. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? വിദ്യ എന്നത് ഇവർക്കൊരു പ്രശ്നമേയല്ല. അത് സമ്പാദിക്കാൻ ഒരു താല്പര്യവും ഇവർക്കില്ല. മറിച്ച് ആഡംബര ജീവിതം നയിക്കാനുള്ള ശമ്പളം കിട്ടാനായി മാത്രം അത്തരത്തിലുള്ള ഒരു ജോലി നേടുക എന്ന ലക്ഷ്യത്തിൽ അതിനുള്ള വിദ്യ അഭ്യസിക്കാൻ ഇവർ നിർബന്ധിതരായിത്തീരുന്നു. ഇങ്ങനെയുള്ള വിദ്യാസമ്പാദനത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇവരുടെ ആത്മജ്ഞാന പുരോഗതിയെ ഈ വിധത്തിലുള്ള വിദ്യാഭ്യാസ രീതി പാടെ നശിപ്പിച്ചു കളയുന്നു.
എന്നാൽ അറിവുള്ള ജ്ഞാനികൾക്കറിയാം ഈ ഭൗതിക ആഡംബരങ്ങളെല്ലാം ക്ഷണികമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ ജ്ഞാനത്തിലൂടെ മാത്രമേ ലോകത്തെക്കുറിച്ചുള്ള സർവ്വ മിഥ്യാബോധവും നശിപ്പിക്കുകയുള്ളൂ. യഥാർത്ഥ ജ്ഞാനം നേടുക എന്നതിന് ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമെന്ന് അർത്ഥമാക്കരുത്. തനിക്കും ലോകത്തിനും പ്രയോജനപ്രദമായി തീരുന്ന വിവേകപൂർവമായ ജീവിതവും ജീവിതാനന്തര മോക്ഷവുമാണ് വിദ്യയുടെ പരമമായ ലക്ഷ്യം. ഇന്നത്തെ വിദ്യ ഇതൊന്നും തന്നെ സാക്ഷാത്കരിക്കുന്നില്ല. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾ അനവധി പുസ്തകക്കെട്ടുകളുമായി നടക്കുന്നു. അതിന് പിന്നിലുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണല്ലോ. പരമമായ വിദ്യയിൽ എല്ലാ വിദ്യകളും ഉൾക്കൊള്ളുന്നു എന്നതാണ് സത്യം. അതാണ് ബ്രഹ്മവിദ്യ. ഇക്കാലത്ത് ശാസ്ത്രങ്ങളിൽ പല വിഭാഗങ്ങളുണ്ട്. വൈദ്യശാസ്ത്രത്തിലാണെങ്കിൽ കണ്ണിനൊരു ഡോക്ടർ, ഹൃദയത്തിന് മറ്റൊരു ഡോക്ടർ എന്നിങ്ങനെ. ഇതെല്ലാം അല്പജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളാണ്. മനുഷ്യ ശരീരം ഒന്നല്ലേയുള്ളൂ. അതിനെ പകുത്ത് പഠിക്കുന്നതിൽ നിന്ന് തന്നെ ആ പഠനം പൂർണ്ണമല്ലെന്നത് വ്യക്തമാണല്ലോ. ഇതാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പം. എന്നാൽ ഇക്കൂട്ടരാവട്ടെ തങ്ങളുടെ തുറകളിൽ തങ്ങൾ വളരെ കേമന്മാരാണെന്ന് നടിക്കുകയും ചെയ്യുന്നു. കാര്യമറിയാത്ത സാധാരണ ജനം അത് അംഗീകരിക്കുന്നു. കുരുടന് കുരുടൻ നയിക്കുന്ന കഷ്ടാവസ്ഥ തന്നെ ഇത്. സത്യത്തെ സത്യമെന്തെന്ന് യഥാർത്ഥ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് മറ്റൊരു വിദ്യയുടെ ആവശ്യമില്ല തന്നെ. ആ വിദ്യയാണ് ബ്രഹ്മവിദ്യ. ഈ പ്രപഞ്ചം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ഇവിടെ നാം കാണുന്നതെല്ലാം തന്നെ ഒന്നിൽ നിന്നും ആവിർഭവിച്ചതാണ്. അതിനെ പലതായി കണ്ട് ഓരോ തുറകളിൽ പ്രഗത്ഭരെന്ന് നടിക്കുന്നത് തികച്ചും ബുദ്ധിമോശം തന്നെ. ഭഗവാനെ അറിയാൻ ഉള്ളിൽ ജ്ഞാനം വേണം. ആ ജ്ഞാനം ആർജിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. ശ്രീവിദ്യാരഹസ്യം നൽകുന്ന ദർശനവും ഇതുതന്നെ. ഷഡാധാരങ്ങൾ കടന്ന് കുണ്ടലിനി എന്ന പരമജ്ഞാനം കൈവരുമ്പോൾ മനുഷ്യന് യഥാർത്ഥ ജ്ഞാനോദയം ഉണ്ടാകുന്നു. അപ്പോൾ മാത്രമാണ് ഒരു വ്യക്തി വിദ്യാസമ്പന്നനായി തീരുന്നത്. ജീവിക്കാനുള്ള വിദ്യ വിദ്യയേയല്ല, അതൊരു കൈത്തൊഴിൽ മാത്രമത്രേ. എന്നാൽ ഇന്ന് അത് വിദ്യയാണെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. പൊന്നിന് പകരം കാക്കപ്പൊൻ എന്നതുപോലെ ഇങ്ങനെയുള്ള വിദ്യയിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ നേടിയാൽ ആരും തന്നെ വിദ്വാനാകുന്നില്ല. അങ്ങനെയുള്ള നാട്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പോലുള്ള മൂഢർ വേറെയില്ല. എന്നാൽ ഇന്നത്തെ സമൂഹം ഇത് അംഗീകരിക്കില്ലെന്നതും സത്യം തന്നെ. കാരണം എല്ലാവരും ഈ അവിദ്യ കൈവശമുള്ളവരാണ്. അവർക്കില്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ എന്ന ചൊല്ലുപോലെ അവിദ്യ കൂടുതൽ കരഗതമാക്കിയവൻ അജ്ഞാനികൾക്കിടയിൽ വിദ്വാനായി വിലസുന്നു. ഇതും കലികാലത്തിൻ്റെ കളിയാട്ടം തന്നെ. ആകയാൽ യഥാർത്ഥ വിദ്യയിലേക്ക് നാം തിരിച്ചെത്തണം. എങ്കിൽ മാത്രമേ മായയാകുന്ന മിഥ്യയിൽ നിന്നും മോചിതരാവാൻ സാധിക്കൂ. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. വന്നുവോണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാടെന്നും. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മേളുതല്ലിനി എന്നും. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും. യുദ്ധമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. അർത്ഥം: മണ്ടി മണ്ടി വളരെ വേഗത്തിൽ. ശ്രാദ്ധം മരണാനന്തര ചടങ്ങ്. വേൾപ്പിക്കുക വിവാഹം ചെയ്യിക്കുക. വ്യാഖ്യാനം: കാലം കടന്നു പോകുന്തോറും മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പക്ഷേ അവൻ്റെ ആഗ്രഹം വർദ്ധിച്ചു വരുന്നു. ഓണം കഴിഞ്ഞു പോയെന്നും വിഷു കഴിഞ്ഞു പോയെന്നും തിരുവാതിര വരാറായില്ല എന്നും കുംഭമാസത്തിലെ അശ്വതിക്ക് തൻ്റെ ജന്മനാളാണെന്നും വൃശ്ചിക മാസമായാൽ ഒരു ശ്രാദ്ധമുണ്ടെന്നും തുടർന്ന് ഇനി ദിവസവും സദ്യ ഉണ്ടാവുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ചിന്തിക്കും. തൻ്റെ പുത്രൻ്റെ കല്യാണം കഴിഞ്ഞ് അവനും ഒരു പുത്രൻ ഉണ്ടായി കണ്ടാൽ വളരെ നന്നായിരുന്നു, അയൽക്കാരൻ്റെ നിലം സ്വന്തമാക്കിയാൽ നന്നായിരുന്നു എന്നും ചിന്തിക്കുന്നു. ഇത്തരത്തിൽ പലവിധ ചിന്തകളാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു പോകുന്നു. അത് വളരെ കഷ്ടം തന്നെ. ശിവശിവ. സാരാംശം: ഓരോ ഞൊടി കഴിയുന്തോറും മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഓണം വരുമല്ലോ, വിഷു ആയില്ലല്ലോ, തിരുവാതിര ആഘോഷിക്കാൻ സാധിക്കില്ലേ,
കുംഭമാസത്തിലാണല്ലോ എൻ്റെ പിറന്നാളായ അശ്വതി നക്ഷത്രം വരുന്നത് എന്നും വൃശ്ചിക മാസത്തിൽ ശ്രാദ്ധവും സദ്യയും ഉണ്ടല്ലോ എന്നും എനിക്കൊരു കുഞ്ഞുണ്ടായി അവന് കല്യാണം നടത്തി അതിലൊരു കുഞ്ഞുണ്ടായി കാണണം. ഇങ്ങനെ മനുഷ്യൻ്റെ ആശകൾ നീണ്ടുകൊണ്ടേ പോകുന്നു. അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഭൂമികൾ സ്വന്തമാക്കണം. ഇങ്ങനെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അന്തമില്ലാത്തതാണ്. ആഗ്രഹങ്ങളിൽ മുഴുകി ദിവാസ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതെന്തൊരു സഹതാപാർഹമായ അവസ്ഥയാണ്. മനുഷ്യൻ്റെ ചിന്തകൾ എപ്പോഴും ഭൗതിക കാര്യങ്ങളെക്കുറിച്ചാണ്. മനുഷ്യ ജീവിതത്തിനും അതിപ്രധാനമായ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നില്ല. രൂപത്തെ വിട്ട് നിഴലിനെ പിടിക്കാൻ നോക്കുന്ന വിഡ്ഢിത്തമാണിത്. എന്നിട്ടും തലമുറകളായി മനുഷ്യൻ ഈ അറിവില്ലായ്മ തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സാമാന്യ മനുഷ്യൻ എപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളാൽ ബന്ധിതനാണ്. ഈ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ജ്ഞാനമുണ്ടാകണം. ആ ജ്ഞാനത്തെപ്പറ്റിയാണ് മുൻ ഉദ്ധരിച്ച ശ്ലോകത്തിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാനമില്ലാത്ത മനുഷ്യജീവിതം മൃഗസമാനം തന്നെ. മഹാജ്ഞാനിയായ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഒരിക്കൽ ഒരു ജ്ഞാനാന്വേഷി വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ചോദിച്ചു. കാലാകാലങ്ങളായി മനുഷ്യൻ ശാരീരിക തൃഷ്ണയിൽ മുഴുകിക്കഴിയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിൽ നിന്നൊരു മോചനം ഇതുവരെ സാധ്യമാവാത്തത്? ഇതിനു മറുപടിയായി സ്വാമി ഒരു കഥ പറഞ്ഞു. മരുഭൂമിയിൽ ഒരു തരത്തിലുള്ള കള്ളിമുൾ ചെടിയുണ്ട്. ഒട്ടകം ആ കള്ളിമുൾ ചെടിയിൽ മുഖം ഉരസിക്കൊണ്ടേയിരിക്കും. അതിലൂടെ ഒട്ടകത്തിനൊരു സുഖം കിട്ടുന്നു എന്നുള്ളത് വ്യക്തം. എന്നാൽ മുള്ളുകൊണ്ട് മുറിഞ്ഞ് ഒട്ടകത്തിൻ്റെ മുഖം മുഴുവൻ രക്തത്താൽ ഭീകരമായി മാറും. ഇത് കാണുന്ന ഒട്ടകത്തിൻ്റെ ഉടമസ്ഥന് വളരെ വിഷമം തോന്നും. അയാൾ പലതരത്തിലുള്ള മരുന്നുകൾ പുരട്ടി ഒരു വിധത്തിൽ ഒട്ടകത്തിൻ്റെ മുഖത്തുള്ള മുറിവുകൾ ഭേദപ്പെടുത്തിയെടുക്കും. പക്ഷേ എന്തു ഫലം? ആ മുറിവുകൾ ഉണങ്ങേണ്ട താമസം ഒട്ടകം വീണ്ടും മുഖം കള്ളിമുൾ ചെടിയിൽ ഉരസാനായി പോകും. ഇതാണ് അജ്ഞാനിയായ മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും കാമവികാരത്തിന് അടിമപ്പെടുന്നത് എന്നു തന്നെയല്ല, ഏതു തരത്തിലുള്ള മോഹത്തിൻ്റെയും അടിസ്ഥാനം ഇതാണ്. ആ മോഹങ്ങൾ മനുഷ്യനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ജീവിതം മുഴുവൻ വെറുതെ സ്വപ്നം കണ്ട് പാഴാക്കി കളയുന്നു. മനുഷ്യ ആയുസ്സ് വളരെ പരിമിതമാണെന്ന കാര്യം എല്ലാവരും സൗകര്യപൂർവ്വം മറക്കുന്നു. മരണം എപ്പോൾ വേണമെങ്കിലും കടന്നുവരും. ഈ സത്യവും എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ജീവിച്ചിരിക്കുന്ന അല്പകാലത്ത് ദൈവീക കാര്യങ്ങൾ ചെയ്യാൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല. കാരണം അവർക്കതിനുള്ള പൂർവ്വ പുണ്യമില്ല. ഇക്കാര്യം മനസ്സിലാക്കിയിട്ടെങ്കിലും ദൈവീക നിഷ്ഠയിലേക്ക് നാം തിരിച്ചു വരണം. ജീവിതം അവസാനിക്കുമ്പോൾ ഭൗതികമായി നേടിയതൊന്നും നമ്മോടൊപ്പം ഉണ്ടാകുന്നില്ല. പിന്നെ നാം കൊണ്ടുപോകുന്നത് എന്താണ്? ഭൂമിയിൽ ചെയ്ത സത്ഫലങ്ങൾ മാത്രം. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാനായില്ലെങ്കിൽ മനുഷ്യനായി ജനിച്ചതുകൊണ്ട് എന്തു പ്രയോജനം? അതുവരെ ഉറ്റ ബന്ധുക്കളെന്ന് കരുതിയവരാരും തന്നെ നമ്മുടെ കൂടെ വരുന്നില്ല. അവർക്കതിന് കഴിയുകയുമില്ല, അതിന് തയ്യാറാവുകയുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഏക ആശ്രയം എന്താണ്? ഭൂമിയിൽ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം. ദൈവസമക്ഷത്തിൽ അതുമാത്രമേ സ്വീകാര്യമായി തീരുകയുള്ളൂ. ആകയാൽ ഭൗതിക ചിന്തയെന്ന മായാസ്വപ്നങ്ങളിൽ നിന്നും മോചിതരായി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാനാണ് പൂന്താനം ഉപദേശിക്കുന്നത്. ആയുസ് കൂടുന്തോറും മോഹം വർദ്ധിക്കും. എന്നാൽ ഈ ആയുസ്സിന് വളരെ ശുഷ്കമായ ഒരു പരിധിയുണ്ടെന്നത് എല്ലാവരും വിസ്മരിക്കുന്നു. മോഹങ്ങൾക്കാവട്ടെ ഒരിക്കലും അന്തമുണ്ടാകുന്നുമില്ല. എന്തെല്ലാം തന്നെ നേടിയാലും വീണ്ടും വീണ്ടും നേടിക്കൊണ്ടേയിരിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം. സത്യത്തിൽ ഭൗതിക ജീവിതം നീങ്ങുന്നത് ഈ വിധത്തിലാണ്. ഇതില്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യന് ജീവിതം വിരസമായി തോന്നുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് അനുഭവസ്ഥർ സമ്മതിക്കുന്ന കാര്യമാണല്ലോ. അതെന്തുകൊണ്ടാണെന്ന് നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നാം എന്തിനായാണ് ജനിച്ചത് എന്നത് മറന്ന് മഹത്തായ കാര്യത്തിൽ നിന്ന് മാറി അല്പമായ ആശയങ്ങൾക്ക് പിന്നാലെ അലയുന്നതുകൊണ്ടാണ് അതില്ലെങ്കിൽ ജീവിതം ഇല്ല എന്ന അബദ്ധധാരണ നമുക്കുണ്ടാകുന്നത്. ദൈവത്തിൽ മനസ്സുറപ്പിക്കുകയും ദൈവീക സംബന്ധമായ നല്ല കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങിയാൽ ജീവിതം സ്വർഗീയമായി അനുഭവപ്പെടും. എത്ര കാലം ജീവിച്ചാലും ഒരു വിരക്തിയും ഉണ്ടാവില്ല. മനസ്സ് ശുഷ്കമാകുമ്പോൾ ജീവിതവും ശുഷ്കിച്ചു പോകുന്നു. അതിനുള്ള കാരണം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ജീവിതം തന്നെ. ഈ ലോകമാണ് നമ്മുടെ കുടുംബം. ലോകക്ഷേമത്തിനായി യത്നിക്കണം. അതിലൂടെ ഈശ്വരപ്രീതിക്ക് കാരണഭൂതരായി തീരാനാവും. അതിന് സത്യമായ വിദ്യ അഭ്യസിക്കണം. ആ വിദ്യയിലൂടെ സ്വാർത്ഥ ചിന്തകൾ അകലുന്നു. മനുഷ്യ മനസ്സ് പരിശുദ്ധമാകുന്നു. ഈ പരിശുദ്ധത പരമാനന്ദത്തിലേക്കും സർവേശ്വരനിലേക്കും നയിക്കുന്നു. എല്ലാറ്റിനുമുള്ള പരിഹാരം ജഗദീശ്വരൻ എന്നതിനാൽ ഈശ്വരനിൽ നമ്മെ സമർപ്പിക്കുക. അതിനുള്ള എളുപ്പമാർഗം ഈശ്വരാരാധന തന്നെ. അത് ഏതു വിധത്തിലുമാവാം. അതോടൊപ്പം ജനക്ഷേമകരമായ കർമ്മങ്ങളും ചെയ്യണം.
പരോപകാർത്ഥമിതം ശരീരം എന്നാണല്ലോ. ശരീരം മാത്രമല്ല, മനസ്സും സാമൂഹ്യക്ഷേമത്തിനായി വിനിയോഗിക്കണം. ഇതാണ് ഈശ്വരമാർഗം. ഇതറിഞ്ഞ് പ്രവർത്തിക്കുന്ന മനുഷ്യന് ഒന്നിനെപ്പറ്റിയും ഒരു ആശങ്കയും ഉണ്ടായിരിക്കുകയില്ല. കാരണം മോഹമകന്ന മനസ്സിൽ ബ്രഹ്മം മാത്രം നിലകൊള്ളുന്നു. മനുഷ്യൻ ദൈവപദത്തിലേക്ക് ഉയരുന്ന അത്യുന്നതാവസ്ഥ ഇതുതന്നെ. നാം എല്ലാം ദൈവസൃഷ്ടികളായതിനാൽ ദൈവപദം പ്രാപിക്കുക എന്നതാണല്ലോ മാനവധർമ്മം. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പ്രാവശ്യം വായിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.